GST നികുതി ഇളവ് നടപ്പിലാക്കുന്നതിനാൽ നാളെ മുതൽ രാജ്യത്ത് GST സേവിങ്സ് ഫെസ്റ്റിവൽ ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി. ജനങ്ങളുടെ സമ്പാദ്യം വർദ്ധിക്കും. ഇഷ്ടപ്പെട്ട ഇനങ്ങൾ വില കുറഞ്ഞ് വാങ്ങാൻ കഴിയും. എല്ലാ വിഭാഗങ്ങൾക്കും പ്രയോജനം ലഭിക്കും. ഈ ഉത്സവകാലത്ത് എല്ലാവരുടെയും ഹൃദയം മധുരം കൊണ്ട് നിറയുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. साथियों, रिफॉर्म एक अनवरत चलने वाली प्रक्रिया होती है. जब समय बदलता है, देश की जरूरत बदलती है, तो नेक्स्ट जनरेशन रिफॉर्म भी उतने ही आवश्यक होते हैं. इसलिए देश की वर्तमान जरूरतों और भविष्य के सपनों को देखते हुए जीएसटी के ये नए रिफॉर्म्स लागू हो रहे हैं. नए स्वरूप में मुख्य रूप से अब सिर्फ 5% और 18% के ही टैक्स स्लैब रहेंगे. इसका मतलब है रोजमर्रा के इस्तेमाल की ज्यादातर चीजें और सस्ती हो जाएगी. खाने पीने का सामान, दवाइयाँ, साबुन, ब्रश, पेस्ट, स्वास्थ्य और जीवन बीमा, ऐसे अनेकों सामान, अनेकों सेवाएं या तो टैक्स फ्री होगी या फिर केवल 5% टैक्स देना होगा. अब गरीब को, न्यू मिडिल क्लास को एक तरह से डबल बोनांजा मिल रहा है. जीएसटी कम होने से अब देश के नागरिकों के लिए अपने सपने पूरे करना और आसान होगा. घर बनाना, टीवी, फ्रिज खरीदने की बात हो, स्कूटर, बाइक, कार खरीदना हो, ये सब पर अब कम खर्च करना होगा. GST പരിഷ്കാരങ്ങൾ വിശദീകരിക്കുന്നതിനായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി സ്വദേശി നയം വീണ്ടും അടിവരയിട്ട് ആവർത്തിച്ചു. രാജ്യത്ത് നമുക്ക് എന്ത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ അത് നമ്മൾ ചെയ്യണമെന്ന് മോദി പറഞ്ഞു. साथियों, देश की स्वतंत्रता को जैसे स्वदेशी के मंत्र से ताकत मिली, वैसे ही देश की समृद्धि को भी स्वदेशी के मंत्र से ही शक्ति मिलेगी. आज जाने अनजाने हमारी रोजमर्रा की जिंदगी में बहुत सी विदेशी चीजें जुड़ गई है, हमें पता तक नहीं है. हमारे जेब में कंघी विदेशी है कि देसी, हमें पता ही नहीं है. हमें इनसे भी मुक्ति पानी होगी. हम वो सामान खरीदें जो मेड इन इंडिया हो, जिसमें हमारे देश के नौजवानों की मेहनत लगी हो, हमारे देश के बेटे बेटियों का पसीना हो. हमें हर घर को स्वदेशी का प्रतीक बनाना है. हर दुकान को स्वदेशी से सजाना है. गर्व से कहो ये स्वदेशी है. गर्व से कहो मैं स्वदेशी खरीदता हूं. സ്വാശ്രയത്വത്തിലും ചെറുകിട വ്യവസായത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ പ്രസംഗം. മനു ഭരത് ചേരുന്നു. മനു, എന്തൊക്കെയാണ് പ്രധാനമായും മോദി ഈ ജനങ്ങളെ അഭിസംബോധന ചെയ്ത്, രാജ്യത്തെ അഭിസംബോധന ചെയ്തുള്ള പ്രസംഗത്തിലൂടെ ഉദ്ദേശിച്ചത്? എൽദോ, പ്രധാനമന്ത്രി ഒരു കാര്യം വ്യക്തമാക്കുന്നു. സാധാരണക്കാരെ, പ്രത്യേകിച്ച് ഈ മധ്യവർഗ വിഭാഗങ്ങൾക്ക് ഏറ്റവും അധികം ഗുണം ലഭിക്കാൻ പോകുന്ന ഒരു നയമാണ് തൻ്റെത് എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്.
90% ഉൽപ്പന്നങ്ങളുടെ നികുതി ഇപ്പോൾ 5% വരും എന്നതാണ് ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. 2.5 ലക്ഷം കോടി രൂപയാണ് ഇതുവഴി സാധാരണക്കാരിലേക്ക് എത്താൻ പോകുന്നത്. ഇവിടെ ഒരു കാര്യം, ഈ താരിഫ് യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും മോദി അടിവരയിട്ട് പറയുന്നത് സ്വദേശി ഉൽപ്പന്നങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നതാണ്. സ്വാശ്രയത്വം വളർത്തുക. ഒരു ഉൽപ്പന്നം വാങ്ങിക്കുമ്പോൾ അത് നമ്മുടെ നാട്ടിൽ നമ്മുടെ യുവാക്കളുടെ വിയർപ്പിലുണ്ടായ ഒരു ഉൽപ്പന്നമാണ് എന്ന് ഉറപ്പുവരുത്തുക. അതിൽ അഭിമാനം കാണുക എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വയ്ക്കുന്നു. മാത്രവുമല്ല, ഈ ഇന്ത്യയിൽ ഇനി ഒരു ഉത്സവത്തിൻ്റെ കാലമാണ്. ആ ഉത്സവത്തിൻ്റെ കാലത്താണ് ഇതുപോലെ ഒരു സമ്പാദ്യത്തിൻ്റെ ഉത്സവം കൂടി നടക്കുന്നത് എന്ന് പ്രധാനമന്ത്രി പറയുന്നു. ഇനി വരാനിരിക്കുന്ന ഉത്സവങ്ങളിലൊക്കെ അദ്ദേഹം എല്ലാവിധ ആശംസകളും ജനങ്ങൾക്ക് നൽകുന്നതിനോടൊപ്പം ഇനി സന്തോഷത്തിൻ്റെയും അതുപോലെ സമ്പാദ്യത്തിൻ്റെയും നാളുകളാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഈ നേട്ടം, ഈ GST നികുതി ഇളവ് സംബന്ധിച്ച് ഈ നേട്ടം ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള ശ്രമം പിന്നീട് നടത്താനായി BJP തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഈ അടുത്ത ആഴ്ച ഇത് സംബന്ധിച്ച് പദയാത്രകളും ഒക്കെ ഉണ്ടാകും. ഈ മാർക്കറ്റുകളിലും അതുപോലെ വിപണിയിലുമെല്ലാം BJP നേതാക്കൾ ചെന്ന് ഈ നികുതി ഇളവിനെപ്പറ്റി അവിടുത്തെ ആളുകളെ ബോധ്യപ്പെടുത്തും. വ്യാപാരികൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തും. ഒപ്പം സാധാരണക്കാർക്കും ഇത് വലിയ തോതിൽ ഗുണം ചെയ്തു എന്ന് അവരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. ഇതിൽ MP-മാർ തന്നെ നേരിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഈ നയങ്ങൾ ബോധ്യപ്പെടുത്താനൊക്കെയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിനൊരാഴ്ചയോളം ഈ GST ഉത്സവം എന്ന രീതിയിൽ ഈ മാർച്ചുകളും പദയാത്രകളും സംഘടിപ്പിക്കുകയാണ്. അങ്ങനെ രാജ്യമെമ്പാടും തൻ്റെ സർക്കാരിൻ്റെ ഒരു പ്രധാന നേട്ടം എന്ന രീതിയിൽ പ്രധാനമന്ത്രി ഇതിനെ ഉയർത്തിക്കാണിക്കുന്നു. അതേസമയം മറുപക്ഷമാകട്ടെ ഒരു ആശങ്ക ഉയർത്തുന്നത് സംസ്ഥാനങ്ങളുടെ ഒരു സാഹചര്യം എന്താകും, ഈ നികുതി വരുമാനക്കുറവ് സംസ്ഥാനങ്ങളെ എങ്ങനെ ബാധിക്കും എന്ന് ഉള്ള ചോദ്യം ഉയരുന്നു. ഏതായാലും പ്രധാനമന്ത്രി ഇന്ന് പ്രസംഗത്തിൽ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളുമായി ചർച്ച നടത്തി സംസ്ഥാനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ചു എന്നതാണ്. അത് ഏത് തരത്തിൽ പരിഹരിച്ചു എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ. ശരി, മനു ഭാരതാണ് വിവരങ്ങൾ നൽകിയ ന്യൂസ് ഡെസ്കിൽ നിന്ന്.